ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 28ാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. നാം പറഞ്ഞു, പരിചയപ്പെടുക മാത്രമാണ് നാം ഇതിലൂടെ ചെയ്യുന്നത്. ശ്രോതാക്കളും പഠിതാക്കളും ഒക്കെ ഇതിനെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ആത്മോപദേശ ശതകം നമുക്ക് അത്ര വേഗമൊന്നും മനസ്സിലാവില്ല. കാരണം ഗുരു ആ തുര്യബോധത്തിൽ ഇരുന്നും കൊണ്ട് എല്ലാം വ്യക്തമായി അറിഞ്ഞ് നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ അത് നമുക്ക് അനുഭവജ്ഞാനമല്ല. അതുകൊണ്ട് ഇതിനെ ഇനിയും കൂടുതൽ ആഴത്തിൽ പഠിക്കണം. നമുക്ക് 28ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. അടിമുടിയറ്റ് അടി തൊട്ട് മൗലിയന്ധം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവിയില്ല, അത് ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്ന അറിവല്ല അറിഞ്ഞിടേണം. അടിമുടി അറ്റ്, താഴെ എന്നോ മേലെ എന്നോ ഭേദവിചാരമില്ലാതെ തെളിമയുള്ള അറിവ് തുരീയ ബോധമാകുന്നു. ശരീരബോധത്തോടെ അതിനെ പ്രാപിക്കുക അസാധ്യം. അത് ചിന്തയ്ക്കതീതം. അത് മനുഷ്യർക്കിടയിൽ ഉളവാകുന്ന അറിവല്ല. ചിന്തയും ചിന്തകനും വിസ്മൃതമാകുമ്പോൾ സന്നിഹിതമാകുന്ന ദ്വന്ദ്വങ്ങൾ ഒഴിഞ്ഞ തെളിബോധമാണത് തുര്യബോധം. ഗുരു നമുക്ക് ഈ ശ്ലോകത്തിൽ ഒരു തുര്യബോധ തലത്തെ, 4ാമത്തെ ഒരു ബോധതലത്തെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. അടിമുടിയറ്റ്, ആദിയും അവസാനവും എന്ന ഭേദമില്ലാതെ സകലതും വ്യക്തമായി അറിയുന്നതാണ് തുര്യബോധം. അത് ജഡമറിയുന്നില്ല. ആ തുര്യബോധം ചിന്തിച്ചു പറയുന്ന തലത്തിലുള്ള അറിവല്ല എന്നറിഞ്ഞിടേണം. സാധാരണഗതിയിൽ ഈ ശ്ലോകം അത്ര വേഗമൊന്നും നമുക്ക് മനസ്സിലാവില്ല. കുറേ പഠിക്കണം. അടിമുടിയറ്റ്, താഴെയും മുകളിലും, അതായത് അടിമുടിയുമില്ലാതെ, ഇങ്ങനെയോ ഒരളവില്ലാതെ, അടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധം. ഇവിടെ നമുക്ക് അറിയാതൊരു ബോധതലത്തെക്കുറിച്ച് ഗുരു ബോധ്യപ്പെടുത്തുകയാണ്. അനുഭവിച്ച ബോധതലത്തെ പരിചയപ്പെടുത്തുകയാണ് ഗുരു ചെയ്യുന്നത്. ആ ഒരു തുര്യാവസ്ഥ. നമുക്ക് 3 അവസ്ഥകളെ കുറിച്ച് നമുക്കറിയാം, അനുഭവമുണ്ട്. 1 ജാഗ്രത്, 2 സ്വപ്നം, 3 സുഷുപ്തി. ജാഗ്രത അവസ്ഥ നമുക്കെല്ലാം അറിയാം. ഇതാ ഉണർന്നിരിക്കുന്ന അവസ്ഥ, നമ്മെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ അറിയുന്ന അവസ്ഥ. സ്വപ്നം, പൂർണ്ണമായും ഉറങ്ങാതെ പകുതി ബോധത്തിൽ മനസ്സ് മാറാതെ ഇരിക്കുന്ന അവസ്ഥ. ഗുരു സ്വപ്നത്തെ ഒരു അവസ്ഥയായി പറയാറില്ല. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം 2 അവസ്ഥയേ ഉള്ളൂ, ജാഗ്രത്, സുഷുപ്തി. സുഷുപ്തി ഉറക്കം, ഉറക്കത്തിൽ സുഖം മാത്രം എന്നൊരവസ്ഥ. ഗുരു നമുക്ക് ഈ ശ്ലോകത്തിലെ കൂടി തുര്യാവസ്ഥയെ, 4ാമതൊരു ബോധതലത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാം വ്യക്തമായി അറിയുന്നതാണ് തുര്യബോധം. ഗുരു വ്യക്തമായി അറിഞ്ഞത് വ്യക്തമായിട്ട് പറയുന്നു. അടിമുടിയൊന്നുമില്ലാതെ സകലതും, അടിതൊട്ട് മൗലിയന്തം എന്ന് പറയുമ്പോൾ സകലതും സ്ഫുടമറിയുന്നത്, അഖണ്ഡമായി മുഴുവനും വ്യക്തമായി അറിയുന്നത്, അഖണ്ഡമായി വളരെ വ്യക്തമായി അറിയുന്ന അനുഭവമാണ് തുര്യബോധം. സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. അഖണ്ഡമായി വളരെ വ്യക്തമായി അറിയുന്ന അനുഭവമാണ് തുര്യബോധം. എല്ലാം വ്യക്തമായി അറിയുന്നതാണ് തുര്യബോധം. തുര്യബോധം ഗുരു നമുക്ക് മനസ്സിലാക്കി തരുന്നു. അഖണ്ഡമായി സകലതിനെയും വ്യക്തമായി അറിയുന്ന ബോധതലമാണ് തുര്യം എന്ന് മനസ്സിലാക്കണം. സകലതിനെയും വ്യക്തമായി അറിയുന്നതാണ് തുര്യബോധം. ഈ അഖണ്ഡബോധം ജഡമറിവിയില്ല.
ജഡം എന്ന് പറഞ്ഞാൽ നശ്വരമായിട്ടുള്ള മനുഷ്യൻ്റെ ചിന്തയും ഒക്കെ നശ്വരമായതാണ്, ചേതനയറ്റതാണ്. അത് ആ ഒരു ശരീരത്തിൽ ഇരുന്നും കൊണ്ട് ഈ ഒരു തുര്യബോധത്തിൽ എത്താൻ പറ്റില്ല. ചിന്തയും ചിന്തകനും വിസ്മൃതമാകുമ്പോൾ മാത്രമേ നമുക്ക് ആ തുര്യാവസ്ഥയിൽ എത്താൻ പറ്റുകയുള്ളൂ. തുര്യബോധത്തിൽ എത്തിപ്പെടുന്ന ഒരാളും നശ്വരമാകുന്നില്ല, അവർ അനശ്വരമാകുന്നു. ആ തുര്യബോധത്തിൽ എത്തിപ്പെട്ടാൽ അവർ അനശ്വരമാകുന്നു. ഈ ബോധം ചിന്ത ചെയ്ത് ചൊല്ലുന്ന, അതായത് ചിന്തിച്ചു പറയുന്നതല്ല. ഇവിടെ എത്തുമ്പോൾ തുര്യബോധത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കൃതികളും ഇന്നും ഗുരു അനശ്വരമാകുന്നത്. തുര്യബോധം ബുദ്ധിയുടെ തലമല്ല. ഇവിടെ നാരായണ ഗുരു അഖണ്ഡ ബോധത്തിൽ നിന്ന്, തുര്യബോധത്തിൽ നിന്ന് പ്രവർത്തിച്ച പ്രവൃത്തികളൊക്കെ ഇന്നും അനശ്വരമായി നിൽക്കുന്നു. എന്നാൽ നടരാജ ഗുരു വലിയ സ്കോളറാണ്, അതായത് ശിഷ്യൻ വലിയ സ്കോളറാണ്. എല്ലാം ചിന്തിച്ച് ചെയ്യുന്ന തലമാണ് അങ്ങേരുടേത്. ഇപ്പം നാം ഒക്കെ ചിന്ത ചെയ്ത് പറയുന്നതാണ്, ഗുരു കണ്ടറിഞ്ഞ് വ്യക്തമായി അറിഞ്ഞ് പറയുന്നതാണ്. ചിന്തകരും ദാർശനികരും തമ്മിലുള്ള വ്യത്യാസവും അതാണ്. ചിന്തകർ ഊഹിച്ച് പറയുന്നു, ബുദ്ധി കൊണ്ട് അളന്ന് പറയുന്നു. അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റായി വരാം. എന്നാൽ ദാർശനികർ അഖണ്ഡമായി അറിയുന്ന പറയുന്ന സത്യമാണ്. അവർ തുര്യബോധം അനുഭവത്തിലൂടെ അറിയപ്പെടുന്ന നിത്യസത്യമാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അകമേയും പുറമേയും അറിയാവുന്നതല്ല. അത് അദൃഷ്ടമാണ്, അചിന്ത്യമാണ്, ഏകമായ ആത്മജ്ഞാനമാണ്, അത് ശിവമാണ്. ലോകത്തിലുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ചിന്ത ചെയ്തറിഞ്ഞതാണ്. എന്നാൽ ഈ തുര്യബോധം ചിന്ത ചെയ്തറിയാൻ പറ്റില്ല. അതാണ് ആത്മാവ്. നിത്യമായ സത്യബോധം നമ്മിലേക്ക് ലയിച്ചു ചേരുമ്പോൾ, ഏകം ഒന്നായി കാണുമ്പോൾ ഉണ്ടാകുന്ന ബോധം, നാമും പ്രപഞ്ചവും ഒന്നാകുന്നൊരു ബോധാവസ്ഥ, അഖണ്ഡബോധം, തുര്യബോധം, അതൊരു അനുഭവ തലമാണ്. എല്ലാം വ്യക്തമായി അറിയുന്നതാണ് തുര്യബോധമെന്നും, അത് ചിന്തിച്ചറിയുന്നതല്ല, ബുദ്ധിയുടെ തലമല്ല, അത് അഖണ്ഡബോധ തലമാണ്. അവിടെ എത്തിയ ഗുരു എല്ലാം വ്യക്തമായി കണ്ടറിഞ്ഞ് പറയുന്നതാണ്. നിത്യമായ സത്യബോധം, നാമും പ്രപഞ്ചവും ഒന്നായി കാണുന്ന ബോധതലം, അതൊരു അനുഭവ തലമാണ്. ശ്രോതാക്കൾ ഇത് നന്നായി ആഴത്തിൽ ഇതിനെ പഠിക്കണം. നാം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. അവിടെ എത്താനും അനുഭവിക്കാനും നമുക്ക് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.